വിവാദങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ലാത്ത ഇടമാണ് ബിഗ് ബോസ്. സമീപകാലത്തെ മലയാളം ബിഗ് ബോസ് സീസണുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ കണ്ട ബിഗ് ബോസ് സീസണായിരുന്നു 6ാം സീസൺ. ലവ് ട്രാക്ക് മുതൽ ഫിസിക്കൽ അസോൾട്ടും പ്രീ പ്ലാനിങ്ങും വരെ ഇത്തവണ വിവാദങ്ങളൊരുക്കിയ ആരോപണങ്ങളാണ്. വിന്നറായി മാറിയ ജിൻഡോയ്ക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഈ സീസൺ കണ്ട ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്നായിരുന്നു റോക്കിയുടെ പുറത്താക്കൽ. സഹതാരമായ സിജോയെ ഇടിച്ചതിനായിരുന്നു റോക്കിയെ പുറത്താക്കിയത്. സിജോയ്ക്ക് ഒന്നിലധികം സർജറികൾ വേണ്ടി വന്നിരുന്നു. താരം ഇപ്പോഴും പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല. പുറത്തായ ശേഷവും റോക്കി നടത്തിയ പല പ്രസ്താവനകളും വിവാദമായി മാറിയിരുന്നു. ഇതിനിടെ ഇപ്പോഴത്തെ വിന്നറായ ജിൻഡോയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് റോക്കി. ജിൻഡോ വിന്നറാവാൻ യോഗ്യതയില്ലെന്നാണ് റോക്കി പറയുന്നത്. സിജോയെ പുറത്താക്കാൻ ജിൻഡോയും രതീഷും ചേർന്ന് നടത്തിയ ചതിയെക്കുറിച്ചൊക്കെ റോക്കി വെളിപ്പെടുത്തുന്നുണ്ട്. താൻ വിജയിച്ചാൽ സമ്മാനത്തുക എല്ലാവർക്കും വീതിച്ചു നൽകുമെന്ന് ജിൻഡോ പറഞ്ഞത് റോക്കി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് റോക്കി സംസാരിച്ചത്. സമ്മാനത്തുക എല്ലാവർക്കും വീതിച്ചു നൽകുമെന്ന് ജിൻഡോ പറഞ്ഞുവല്ലോ. ഞാൻ ഇരുന്നു കണക്ക് കൂട്ടി. ഒരാൾക്ക് 3,30,000 വെച്ച് കാണും. എല്ലാവർക്കും ഇല്ലെങ്കിലും ആർക്കെങ്കിലും 1-2 പേർക്കെങ്കിലും കൊടുത്തൂടെ ജിൻഡോ? ലൈവ് കണ്ടവർക്ക് അറിയാമായിരിക്കും. എനിക്ക് കാശ് വേണ്ട, കപ്പ് മാത്രം മതി. കാശ് അപ്പോൾ ഒപ്പമുണ്ടായിരുന്നവർക്കൊക്കെ വീതിച്ചു കൊടുക്കാമെന്നാണ് ജിൻഡോ പറഞ്ഞത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള കുറച്ചു പേർ അതിനകത്തുണ്ടായിരുന്നു. അവരെ സഹായിച്ചാലും മതിയാകും. അങ്ങനെ ജിൻഡോയ്ക്ക് ആരെങ്കിലും ഒരാളെയെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്നാണ് റോക്കി ചോദിക്കുന്നത്. ജിൻഡോയ്ക്ക് കപ്പ് കൊടുത്തതിലൂടെ ഇതിനു മുമ്പ് കപ്പ് നേടിയവരെയൊക്കെ ഡീഗ്രേഡ് ചെയ്തു. കാരണം ജിൻഡോയ്ക്ക് കപ്പ് നേടാനുള്ള അർഹതയില്ല. നല്ലൊരു വ്യക്തിയെ കണ്ടെത്തി കപ്പ് കൊടുക്കുകയാണ് ലക്ഷ്യമെങ്കിൽ ജിൻഡോയ്ക്ക് കപ്പ് കൊടുത്തത് വെറുതെയായി. സാബുമോൻ, മണിക്കുട്ടൻ, ദിൽഷ, അഖിൽമാരാർ ഇവരൊക്കെ റോൾ മോഡലുകളായി കണക്കാക്കാം. പക്ഷേ ജിൻഡപ്പനെ റോൾ മോഡലായി എടുക്കാൻ നിങ്ങൾ തെണ്ടിപ്പോകേണ്ടി വരുമെന്നും റോക്കി പറയുന്നു. പിന്നാലെയാണ് സിജോയെ പുറത്താക്കാൻ ജിൻഡോ ചെയ്തതിനെക്കുറിച്ച് റോക്കി സംസാരിക്കുന്നത്. പുള്ളിക്കാരൻ കിടക്കുകയായിരുന്നു. ഇതെന്താ ജിൻഡോ ബ്രോ കാണിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. എൻ്റെ കൈ നോക്ക് റോക്കി എന്ന് പറഞ്ഞ് കൈ കാണിച്ചു തന്നു. സെപ്റ്റിക്കായി പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. നഖം കൊണ്ട് മുറിഞ്ഞിരുന്നു. 3-4 സ്ഥലത്തു നിന്നും ഫ്ലഷ് പോയിരുന്നു. ഇത് സിജോ ചെയ്തതാണോ എന്ന് ഞാൻ ചോദിച്ചു. ചെയ്തെങ്കിൽ ഫിസിക്കൽ അസോൾട്ടാണെന്നും ഞാൻ നിങ്ങളെ പിന്തുണയ്ക്കാമെന്നും പറഞ്ഞുവെന്നും റോക്കി പറയുന്നു. അത് കഴിഞ്ഞാണ് അറിയുന്നത് ബാത്റൂമിൽ പോയി സ്വന്തമായി ചെയ്തതാണെന്ന്. അതിന് വേറൊരാളുടെ സഹായവും ഉണ്ടായിരുന്നു. ആ മത്സരാർത്ഥി ഇപ്പോൾ സിജോയുടെ കൂടെയുണ്ട്. രതീഷ് ബ്രോ ആണത്. ഇവർ രണ്ടുപേരും കൂടെയാണ് പ്ലാൻ ചെയ്തത്. സിജോയെ പുറത്താക്കാൻ അത് ചെയ്തതെന്നും റോക്കി പറയുന്നു. അതേസമയം റോക്കിക്ക് മാപ്പില്ലെന്നാണ് സിജോ പറയുന്നത്. തനിക്ക് ഗുരുതര പരിക്കുണ്ടാക്കിയിട്ട് റോക്കി തന്നോട് മാപ്പ് ചോദിക്കുകയോ മാന്യമായി പെരുമാറുകയോ ചെയ്തിട്ടില്ലെന്നും അതിനാൽ ഇനി റോക്കിയുമായി സംസാരിക്കാൻ പോലും തനിക്ക് ആവില്ലെന്നും സിജോ പറയുന്നു.